പറ്റും, പറ്റായില്ല. തലേന്ന് പരിപാടിക്ക് ബിരിയാണിയും വെക്കാം. ഖാദർബായാണ് ദിയാഫെന്ന്. നമ്മൾ കല്യാണ തലേന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ ബിരിയാണി സജസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്താ പറയുക? നെയ്ച്ചോറ്, ചിക്കൻ കറി, ഇത് നമ്മൾ എപ്പോഴും അങ്ങോട്ട് പറയാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ കല്യാണ ദിവസം വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പോകാനുണ്ടെങ്കിൽ തലേന്ന് വരും. അപ്പോൾ നമ്മൾ അറിയാതെ ആളെണ്ണം കൂടും. കല്യാണ തലേന്ന് ഒരിക്കലും ആളെണ്ണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നിയന്ത്രിക്കണമെങ്കിൽ ഗീ റൈസേ പറ്റുള്ളൂ. ഗീ റൈസ് പെട്ടെന്ന് വെക്കാൻ പറ്റും. മാത്രമല്ല, ഇനി ആൾ കുറഞ്ഞു, ഈ ചിക്കൻ കറി അതാ പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ബുദ്ധിമുട്ടുണ്ട. കാരണം വീട്ടുകാർ കല്യാണ വീട്ടിൽ എന്തായാലും 10-50 ആൾ രാവിലെ ഉണ്ടാവും. അവർക്ക് ഈ ചിക്കൻ കറി വെച്ചിട്ട് എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 കാരണങ്ങളാണ് നമ്മളിതിന് നെയ്ച്ചോറ് സജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും എന്തുകൊണ്ടാണ്? കസ്റ്റമറെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. കസ്റ്റമർ ദിവസമാണെന്ന് അന്ന് കസ്റ്റമർ കുഴങ്ങരുത്, കസ്റ്റമർ ഫ്രീ ആവണം. അതുകൊണ്ടാണ് നെയ്ച്ചോറ് പറഞ്ഞത്. അല്ലാതെ ബിരിയാണി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടോ നെയ്ച്ചോറിന് മഹത്വമുണ്ടായിട്ടോ എന്നല്ല. രണ്ടും നമുക്ക് ഒരുപോലെയാണ്. രണ്ടും ദിയാഫ് വെക്കും ചെയ്യും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ദിയാഫ നെയ്ച്ചോറിനെ സപ്പോർട്ട് ചെയ്യുന്നത്.